എത്രയും വേഗം യുദ്ധം നിന്നില്ല, സീസ് ഫയർ വന്നില്ല എങ്കിൽ അമേരിക്ക പിന്മാറും. കാരണം ആ രീതിയിൽ അമേരിക്കയെ അപമാനിച്ചിട്ടാണ് ഉക്രൈൻ പ്രസിഡന്റ് വ്ളാദിമിർ സെലൻസ്കി അവിടുന്ന് വിട്ടുപോയത്. പിന്നീട് അയാൾ ബ്രിട്ടനിൽ പോകുന്നു, മറ്റുള്ള രാജ്യങ്ങളിൽ പോകുന്നു, ഒരു അപ്പോളജി പറയുന്നു. എന്താണ് സംഭവം എന്നറിയോ? വളരെ സീരിയസ് ആയിട്ട് രണ്ടാമത് ഇയാൾ ചർച്ചയ്ക്ക് തയ്യാറാകുന്നു. അമേരിക്കൻ പ്രസിഡന്റ് അത് അമേരിക്കൻ കോൺഗ്രസിൽ പറയുന്നു. അമേരിക്ക കൃത്യമായിട്ട് പറഞ്ഞു, ഇനി അടുത്ത ചർച്ച ഉക്രൈൻ പ്രസിഡന്റ് ഇവിടെ വരേണ്ട ആവശ്യമൊന്നുമില്ല, സൗദി അറേബ്യയിൽ വെച്ച് ചർച്ച നടത്താം. പക്ഷെ ഒരു ഡിമാൻഡ് അമേരിക്ക വെച്ചു, ഉക്രൈൻ പ്രസിഡന്റ് ആ ചർച്ചയിൽ പങ്കെടുക്കാൻ പാടില്ല. എവിടെ? ഇതാണ് ഈ ജോക്കർ എന്ന് പറയുന്നത്. ഞാൻ അർത്ഥം, അന്ന് ഉക്രൈൻ പ്രസിഡന്റ് പ്രൈഡാണ്, ആത്മാഭിമാനമാണ്, മണ്ണാങ്കട്ടയാണ്. എത്ര പേര് പറഞ്ഞു, എൻ്റെ അതിൻ്റെ തെങ്ങ് അടി വന്ന് നിങ്ങൾ എന്നെ കുറ്റപ്പെടുത്തി, ഞാൻ പറയുന്നത് ശരിയല്ല, ഇത് തെറ്റാണ്, അത് തെറ്റാണ്, ഇത് തെറ്റാണ്. ഇപ്പോഴത്തെ സിറ്റുവേഷൻ അറിയോ? വാറണ്ട്. ഗ്ലോബൽ മീഡിയ എല്ലാം റിപ്പോർട്ട് ചെയ്യുന്നു. കുഷക് റീജിയൻ, അതായത് ഉക്രൈൻ പട്ടാളക്കാർ ഓഗസ്റ്റിൽ പിടിച്ചെടുത്ത കുഷക് റീജിയൻ ഏകദേശം 600 സ്ക്വയർ കിലോമീറ്ററാണ്. ഇത് റഷ്യയുടെ വേറൊരു ഭാഗമാണ്. അകത്തോട് പട്ടാളക്കാരൊക്കെ കയറി. അമേരിക്കൻ സപ്പോർട്ടോടുകൂടി. മനസ്സിലാക്കുക, ഒരിക്കലും വിചാരിക്കുന്നത് ഉക്രൈൻ പട്ടാളക്കാർ കേപ്പബിലിറ്റി ഉള്ളവരാണ്. അല്ല, ഈ അടുത്ത സമയത്താണ് അമേരിക്കൻ സഹായത്തോടു കൂടി ഒരു പട്ടാളത്തെ പോലും ഉണ്ടാക്കിയത്.